നമസ്കാരം, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വ്യത്യസ്തമായ രീതിയിൽ കടല ചിക്കനും ഒക്കെ ചേർത്ത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. വെള്ളക്കടലയുണ്ടല്ലോ, വെള്ളക്കടല ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. എല്ലാവരും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് ഈ കടല തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നതാണ്. ഒരു 5-6 മണിക്കൂർ കുതിർത്ത് വെച്ചിരുന്നതാണ്. നമുക്ക് കുക്കറിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഉപ്പും ഒക്കെ ചേർത്ത് കടല വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് തേയില, ഒരു കഷ്ണം കറുവപ്പട്ട, ഒരു 3 ഏലക്ക, ഒരു 2 ഗ്രാമ്പു, ബേ ലീഫ്, ഇത്രയും ഒരു തുണിക്കകത്ത് കിഴി കെട്ടി നമ്മൾ കുക്കറിൽ കടലയുടെ കൂടെ ഇട്ട് വേവിക്കുന്നത്. കത്തിച്ച് കുക്കർ അടുപ്പത്ത് വെച്ച് സാധനങ്ങൾ സവാള ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്നു, തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നു, വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നു, മല്ലിയില. ഇത്രയുമാണ് നമ്മൾ അതിൽ ചേർക്കാനുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങൾ. ആവശ്യമുള്ള മസാലകൾ: കാശ്മീരി ചില്ലി പൗഡർ, കൊറിയാണ്ടർ പൗഡർ, ഗരം മസാല, ജീര പൗഡർ, മഞ്ഞൾപ്പൊടി, നല്ല ജീരകം, പെരുംജീരകം, ചാറ്റ് മസാല. ഇത് എണ്ണയിൽ വഴറ്റി ചേർക്കുക. ചിക്കൻ കഴുകി വൃത്തിയാക്കി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഉപ്പും മുളകും നാരങ്ങാനീരും ചേർത്ത് വെച്ചിരിക്കും. കടായി വെച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ജീരകം, വെളുത്തുള്ളി, സവാള അരിഞ്ഞത് ചേർക്കുകയാണ്. ഉപ്പ് ചേർത്ത് നമ്മൾ സവാളയ്ക്കകത്ത് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി. കറിവേപ്പില ചേർത്ത്, തക്കാളി ചേർത്ത്, എടുത്തു വെച്ചിരുന്ന മസാലകളെല്ലാം ചേർത്ത് ഇനി അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല തട്ടി വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ കടല വേവിച്ച ആ വെള്ളം നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുകയാണ്, ചിക്കനകത്തോട്ട്. മല്ലിയില ചേർത്ത് കൊടുത്ത് തുറന്ന് നോക്കാവേ. ആ മസാലക്കകത്തോട്ട് കടല നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കടല ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തു. നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഇതിനകത്ത് ആഡ് ചെയ്ത്. ഇത് വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു കറിയാണ് കടല ചിക്കൻ. നമുക്ക് തുറന്ന് നോക്കാവേ. കറിയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല ചപ്പാത്തിയുടെയും ഭട്ടൂരയുടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഇത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, സന്തോഷമായിരിക്കുക. അടുത്ത വീഡിയോ കാണാമേ. അല്പം ചാറ്റ് മസാലയും കൂടെ ചേർക്കണേ. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം.